എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യുന്നത് ജോർജി ആൻഡ് മാൻഡീസ് ഫസ്റ്റ് മാരേജ് എന്ന ഒരു അമേരിക്കൻ ടെലിവിഷൻ സിറ്റ്കോമാണ്. ഇതിനെപ്പറ്റി അധികം അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയാം. ഈ സിറ്റ്കോം ഉണ്ടാക്കിയിരിക്കുന്നത് ചക്ക് ലോറി, സ്റ്റീവൻ മില്ലാറോ ആൻഡ് സ്റ്റീവ് ഹോളണ്ട് എന്ന് പറഞ്ഞ 3 ക്രിയേറ്റേഴ്സാണ്. ഇവർ ഇതിനു മുൻപ് ഉണ്ടാക്കിയിട്ടുള്ള സീരീസാണ് ബിഗ് ബാങ് തിയറി, അതുപോലെ അതിൻ്റെ സ്പിൻ ഓഫ് യങ് ഷെൽട്ടൺ, അതുപോലെ ആ യങ് ഷെൽട്ടൻ്റെ സ്പിൻ ഓഫാണ് ജോർജി ആൻഡ് മാൻഡീസ് ഫസ്റ്റ് മാരേജ്. അപ്പം ബിഗ് ബാങ് തിയറി കണ്ടിട്ടുള്ളവർക്ക് അറിയാം, അതിനകത്ത് ഷെൽട്ടൺ എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ ഒരു ബാല്യകാലം കാണിക്കുന്ന സീരീസാണ് യങ് ഷെൽട്ടൺ. ആ യങ് ഷെൽട്ടനകത്ത് അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനായിട്ട് വരുന്ന ജോർജി എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ ദാമ്പത്യ ജീവിതം കാണിക്കുന്ന ഒരു സീരീസാണ് ജോർജി ആൻഡ് മാൻഡീസ് ഫസ്റ്റ് മാരേജ്. അപ്പം ഇതിനെക്കുറിച്ച് നമ്മൾ മുൻപുള്ള സീരീസ് കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് കുറച്ചുകൂടെ എൻജോയ് ചെയ്യാൻ പറ്റും. കണ്ടിട്ടില്ല എങ്കിലും ജോർജി ആൻഡ് മാൻഡീസ് ഫസ്റ്റ് മാരേജ് നല്ലോണം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഞാൻ ഫസ്റ്റ് സീസൺ മൊത്തം കണ്ടു, ഒന്നും പറയാനില്ല, ഉഗ്രൻ. എന്തൊക്കെ പറഞ്ഞാലും ഈ സീരീസ് ശരിക്കും സമ്മതിക്കണം. കാരണം ഒരു സീരീസ് ഉണ്ടാക്കി അതിൻ്റെ സ്പിൻ ഓഫ്, ആ സ്പിൻ ഓഫൊക്കെ ഇത്ര അടിപൊളിയായിട്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല. അപ്പോൾ ഇതിനകത്തൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ടെക്നിക്കലി പറയുകയാണെങ്കിൽ സിനിമയൊക്കെ ഉണ്ടാക്കുന്നവർക്കൊക്കെ താല്പര്യമുള്ളൊരു കാര്യമായിരിക്കും. ഇതിനകത്ത് മൾട്ടി ക്യാമറ സെറ്റപ്പാണ് യൂസ് ചെയ്തിരിക്കുന്നത്, സിംഗിൾ ക്യാമറ സെറ്റപ്പ് അല്ല. അതിനർത്ഥം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പല സീരീസൊക്കെ കാണുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, സെറ്റ് ഇട്ടിട്ട് അതിലിങ്ങനെ കഥാപാത്രങ്ങൾ നീങ്ങുകയും പല ഷോട്ട്, ഒരേ സീനിൻ്റെ പല ഷോട്ട് നമുക്ക് കാണുകയും ചെയ്താൽ അത് മൾട്ടി ക്യാമറ സെറ്റപ്പാണ്. ഉദാഹരണത്തിനുള്ളത് ഫ്രണ്ട്സ്, ഹൗ ഐ മെറ്റ് യുവർ മദർ, ദാറ്റ് 70 ഷോ, ഇങ്ങനെയുള്ള സീരീസ് എല്ലാം മൾട്ടി ക്യാമറ സെറ്റപ്പാണ്. പക്ഷേ ചില സീരീസ് ഉണ്ട് അത് സിംഗിൾ ക്യാമറ സെറ്റപ്പാണ്. എന്ന് പറഞ്ഞാൽ ഒരു ക്യാമറ വെച്ചായിരിക്കും പിടിക്കുന്നത്, ഒരു സീൻ പിന്നെ അവർ അഭിനയിക്കുകയോ ഒക്കെ ചെയ്യായിരിക്കാം, പല ആംഗിളിൽ നിന്നൊക്കെ കിട്ടാൻ വേണ്ടി. ഒരു എക്സാമ്പിൾ ഉള്ളത് മോഡേൺ ഫാമിലി, അല്ലെങ്കിൽ വളരെ റീസെൻ്റ് ആയിട്ട് വന്ന് യങ് ഷെൽട്ടൺ അങ്ങനത്തെ ഒരു സിംഗിൾ ക്യാമറ സെറ്റപ്പാണ്. പിന്നെ ഓഫീസ്, കമ്മ്യൂണിറ്റി മുതലായ സീരീസുകളാണ്. അപ്പോൾ ഈ ജോർജി ആൻഡ് മാൻഡീസ് ഫസ്റ്റ് മാരേജ് ബിഗ് ബാങ് തിയറി പോലെ മൾട്ടി ക്യാമറ സെറ്റപ്പാണ്, വിച്ച് ഇസ് വെരി ഇൻട്രസ്റ്റിംഗ്. അത് ആ ഒരു സെറ്റപ്പിൽ ഇത് കാണുമ്പോൾ നമ്മൾ യങ് ഷെൽട്ടനകത്ത് കണ്ട അതേ കഥാപാത്രങ്ങൾ ഈ സെറ്റപ്പിൽ കാണുമ്പം വിഷ്വലി ഒരു വ്യത്യാസമുണ്ട്, പക്ഷേ ബ്ലെൻഡ്സ് വെരി വെൽ. അത് ശരിക്കും സമ്മതിക്കണം, അതിൻ്റെ ഡയറക്ടറിൻ്റെ അല്ലെങ്കിൽ ഡയറക്ടേഴ്സിൻ്റെ ക്രിയേറ്റേഴ്സിൻ്റെ ഒക്കെ കഴിവാണ്. ഇതിനകത്ത് മൊണ്ടാന ജോർഡൻ എന്ന ആക്ടറാണ് ജോർജി കൂപ്പറായിട്ട് വരുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ട് വരുന്ന എമിലി ഓസ്മെൻ്റ് എന്ന് പറഞ്ഞ ആക്ട്രസ്സാണ് മാൻഡി മെക്കാലിസ്റ്റർ എന്നാണ് കഥാപാത്രത്തിൻ്റെ പേര്. ഇവർ തമ്മിൽ 11 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്, പക്ഷേ ഈ സ്ത്രീക്കാണ് പുരുഷനേക്കാളും പ്രായം കൂടുതൽ. പിന്നെ കൂടാതെ ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. ഇവർക്കൊരു കുട്ടി ഉണ്ടാവുകയും ആ കുട്ടിയെ നോക്കാൻ വേണ്ടി ഈ പെൺകുട്ടിയുടെ വെച്ചാൽ എമിലി ഓസ്മെൻ്റിൻ്റെ കഥാപാത്രം മാൻഡി മെക്കാലിസ്റ്ററിൻ്റെ വീട്ടിൽ അവർ താമസിക്കുകയും മാൻഡി മെക്കാലിസ്റ്ററിൻ്റെ അച്ഛൻ്റെ വർക്ക്ഷോപ്പ് പോലത്തെ സ്ഥലമാണ്, അവിടെ ഈ ജോർജി കൂപ്പർ ജോലിക്ക് കയറുകയും ആ കുടുംബം മുന്നോട്ട് പോകുന്നതാണ് ഇതിൻ്റെ ബേസിക് കഥ. പല കഥാപാത്രങ്ങളും മറ്റുള്ള സീരീസ് യങ് ഷെൽട്ടണിൽ നിന്ന് ഇതിനകത്ത് വരുന്നുണ്ട്. പക്ഷേ വരുന്നുണ്ടെങ്കിൽ അവർക്ക് ഗസ്റ്റ് റോളാണ്. പ്രധാനമായിട്ടും ഇതിൻ്റെ സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഈ കപ്പിളിൻ്റെ സ്റ്റോറിയാണ്. അധികം ഞാൻ പറയുന്നില്ല, എനിക്ക് ഇതിൻ്റെ സ്പോയിലറൊന്നും പറയാൻ താല്പര്യമില്ല. നിങ്ങൾ കാണേണ്ട സീരീസാണ്, നല്ല സീരീസാണ്, നല്ലൊരു മനസ്സിനൊരു സന്തോഷം വരുന്ന സീരീസാണ്. അത് ഒരു 90കളിൽ സെറ്റ് ചെയ്തേക്കുന്ന ഒരു സ്റ്റോറിയാണ്. അതുകൊണ്ട് തന്നെ നമുക്കത് കാണുമ്പം നമ്മുടെ കുട്ടിക്കാലമൊക്കെ ഓർക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ കാലമായിട്ട് സിമിലർ ആയിട്ടുള്ളൊരു സെറ്റിംഗ് ആണ്. അത് ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അന്ന് കണ്ട സീരീസുകളുടെ ഒരു ഫീലിംഗ് കിട്ടും ഈ സീരീസ് കാണും. ഓവറോൾ നല്ലൊരു സീരീസാണ്. അധികം ഞാൻ ഇതിനെപ്പറ്റി പറയുന്നില്ല, കണ്ടു നോക്കുക. ഇതിൻ്റെ ഫസ്റ്റ് സീസൺ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. സെക്കൻഡ് സീസൺ ഇറങ്ങി കഴിയുമ്പോൾ അതും കണ്ടിട്ട് അതിൻ്റെ റിവ്യൂ ഇടാൻ ശ്രമിക്കുന്നതായിരിക്കും. എല്ലാവർക്കും ഈ റിവ്യൂ കേട്ടതിന് ഒത്തിരി നന്ദി. നമസ്കാരം.